നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഈ പുതുവത്സരത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഈ പുതുവർഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും തൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഒരവസരം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കർത്തൃവേലയിലായിരിക്കുന്ന ദൈവവൃത്യന്മാരെ ഓർത്തും വിശേഷാൽ അവരൊക്കെ ആയിരിക്കുന്നിടങ്ങളിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിലും ജീവനുള്ള സത്യദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെല്ലാം മുൻപോട്ട് പോകുന്നു. അല്പം പോലും പതറാതെ ക്ഷീണിക്കാതെ കർത്താവിൻ്റെ വൻകൃപയോർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയാണ്. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു അവറുകളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ച് പറയുമ്പോൾ തന്നെയും അദ്ദേഹം മാത്രമല്ല, കർത്താവിൻ്റെ വീരന്മാരായ ദാസന്മാർ പലരും വടക്കേ ഇന്ത്യയിലും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. പലവിധമായ പ്രതിസന്ധികൾ ചുറ്റോട് ചുറ്റും ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം വിവിധ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കുക. 2025 സ്വർഗത്തിലെ ദൈവം നമ്മെ അതിശയകരമായി നടത്തി. 2026 നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. 2026 ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷമായി തീരട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വർഷമെന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നതും കഴിഞ്ഞ ആഴ്ച ഞാൻ അല്പമായി വിശദീകരിച്ചതാണ്. അപ്പോൾ കേൾവിക്കാർ അതിൻ്റെ ഗൗരവത്തിൽ അതെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. 2025 ഡിസംബർ മാസം 31 അർദ്ധരാത്രിയിൽ ചരിത്രത്തിൽ ഇന്നു വരെ ഏതെങ്കിലും പാസ്റ്റർമാർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനെന്ന് പറയുന്ന ഒരു ഉപദേശി ഒരു സാഹസം പ്രവർത്തിച്ചു. അതായത് ഡിസംബർ 31 അർദ്ധരാത്രിയിൽ തിമത്തിയോസിൻ്റെ ലേഖനത്തിലൊരു വാക്യം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അതായത് നമ്മളുടെ എല്ലാ സംവിധാനത്തിനകത്തും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ടല്ലോ, അതിലെല്ലാം കൊണ്ടുപോയിട്ടു. ഞാൻ പ്രതീക്ഷിച്ചത് ശക്തമായ തിരിച്ചടി ഞാൻ ആ രാത്രിയിൽ തന്നെ നേരിടും, പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ ബാക്കിയും എന്നാണ് വിചാരിച്ചത്. ഒരൊറ്റ നെഗറ്റീവ് കമൻസും വന്നില്ല. സകലമാന മനുഷ്യരും നമ്മളെ പോസ്റ്റ് ചെയ്ത ആ വാക്യങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. മനസ്സോടെയാണോന്നൊന്നും എനിക്കറിയില്ല. വാക്യം ഇങ്ങനെയാണ്, തിമത്തിയോസിൻ്റെ ലേഖനത്തിലെ: ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. 2026 പ്രവേശിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുന്നൊരു നിലയിലേക്ക് എത്തുക എന്നുള്ളൊരു ആശംസയാണ് നമ്മൾ കൊടുത്തത്. എന്നിട്ടൊരു സൂചനയും കൂടെ കൊടുത്തു. അതേ ഭാഗത്ത് തന്നെയുള്ളതാണ്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമെന്നാണ് അപ്പസ്തോലനായ പൗലോസ് അവിടെ പറയുന്നത്. സത്യത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് നമ്മുടെ ദേഷ്യം വരാം. അപ്പം ഞാനും ഒന്ന് പരിശോധിച്ചതാണ് എത്ര പേർക്ക് ദേഷ്യം വരുമെന്നും വിയോജിപ്പ് വരുമെന്നും. അതായത് നമ്മുടെ ഫേസ്ബുക്ക് സംവിധാനത്തിലൊക്കെ അത് പോസ്റ്റ് ചെയ്തു. അവിടെ ആകുമ്പോൾ ഒരു പബ്ലിക് ഡൊമെയിൻ എന്നുള്ള നിലയിൽ സകലമാന മനുഷ്യരും വന്ന് കാണുന്ന ഇടമാണല്ലോ. അവിടെയും നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ല. ഭയങ്കരമായിട്ട് ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. അതായത് ചിന്തിച്ച് നോക്കുക, ഒരു സിംഗിൾ ലൈൻ പോലും എൻ്റെ സ്വന്തമില്ല, അതിനകത്ത് ഒരു വാക്ക് പോലും എൻ്റെ സ്വന്തമില്ല. അത് മുഴുവനും ധന്യനായ പൗലോസ് ലീഗ ആത്മാവിൽ തൻ്റെ നിജപുത്രനായ തിമത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ ഭാഗമാണ് അതിലെ ആ വരികളെല്ലാം. അത് ഞാനൊന്ന് എടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ മുഖഭാവം എങ്ങനെയായിരിക്കും, ചിന്താഗതികൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഗൗരവം അറിയാം. എന്നാലും നമ്മളത് പബ്ലിക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ഏത് രീതിയിലായിരിക്കും ഇടപെടുന്നതെന്നൊന്ന് അറിയണമല്ലോ. എന്തായാലും ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ജനം ആ നിലയിൽ അവിടെ പ്രതികരിക്കാനിടയായി. അപ്പം അങ്ങനെയൊരു വാക്തത്വ വചനം എന്തുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എന്താ ഈ വാക്തത്വ വചനം എന്നുള്ളതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? സാമ്പത്തികം കുറേ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? സാമ്പത്തിക മേഖലകൾ പുഷ്ടിപ്പെടുന്നതും അഭിവൃദ്ധിപ്പെടുന്നതുമായ കാര്യങ്ങൾക്കാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനോടുള്ള ബന്ധത്തിൽ വേണേൽ ഒരു മറുചോദ്യം കൂടെ വരാം. ഇങ്ങേര് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങേര് ഈ കാര്യം അംഗീകരിക്കുന്നവനാണോ എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം.
പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും നമ്മളെ പരിചയമുള്ള ആരും ആ ചോദ്യം ചോദിക്കില്ല, പുറമേയുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അങ്ങനെയും വന്നില്ല. വന്നായിരുന്നെങ്കിൽ നല്ല മറുപടി കൊടുക്കാമായിരുന്നു. അങ്ങനെ ആരും ചോദിച്ചില്ല. നോക്കണം, വിശുദ്ധ തിരുവഴുത്തിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ് ഇത് എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് താല്പര്യമുള്ള ഭാഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് അങ്ങനെ മാത്രം ചിന്തിക്കുക എന്നുള്ളതല്ല. ഈ പറയപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്ഥിരതയോടെ നിൽക്കേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ അപ്പോസ്തലൻ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞ കാര്യമല്ലേ അത്. ആ സമയത്ത് തിമത്തിയോസ് എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ തിമത്തിയോസും എഫെസോസിലെ വിശുദ്ധന്മാരും തിരിച്ചറിയേണ്ട കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമ്മൾ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുന്നൊരു നിലയിലേക്ക് എത്തുകയാണ് ആരോഗ്യത്തിന് നല്ലതെന്ന്. ദ്രവ്യാഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിരുദ് തെറ്റും. അങ്ങനെ ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട്. ഇതേ പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലൂടെ പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ. ഇവിടെ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നുള്ള കാര്യവും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ദൈവിക വാക്തത്വമായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ അതിലെ ഒരു മുന്നറിയിപ്പും കൂടെ നമുക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ ചിന്തിക്കേണ്ടത് ആത്മീയത്തിൽ ഗൗരവമായി മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വെറും തൊട്ടാവാടികളായ ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകും. അവർ 2026 ദുശകുനം കണ്ടതുപോലെയൊക്കെ ചിന്തിക്കും ആ വാക്യമൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ. ഈ കോട്ടയം പട്ടണത്തിൽ പ്രസിദ്ധനായ ഒരു പ്രഭാഷകനുണ്ട്. അദ്ദേഹം യേശു വരുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോർഡൊക്കെ വെക്കുന്നയാളാണ് കോട്ടയത്തൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പോകുന്ന ഒരു ഫാമിലി, അതിൽ ഭർത്താവ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യവചനങ്ങളുടെ മുമ്പാകെ അങ്ങ് അടിമപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഭാര്യ സഹോദരിയെ സംബന്ധിച്ച് പുള്ളിക്കാരി ഇത് മുഴുവൻ തട്ടിപ്പാന്ന് വിചാരിക്കുന്നയാളാണ്. പുള്ളിക്കാരിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് അവിടെ പോവുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഒരു ദിവസം രാവിലെ ഈ സഹോദരി ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ ചില അധ്യായങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. പെട്ടെന്ന് ഈ ഭർത്താവ് കോപാകുലനായിട്ട് ഓടി വന്നിട്ട്, രാവിലെ തന്നെ ഈ പുസ്തകങ്ങളൊക്കെയാണോ വായിക്കുന്നതെന്ന് ചോദിച്ച് ഈ സഹോദരിയെ ഭയപ്പെടുത്തി. രാവിലെ തന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണോ വായിക്കുന്നത്? ഈ കുടുംബത്തിന് വരേണ്ട അനുഗ്രഹങ്ങളെല്ലാം തടയുക എന്നുള്ളതാണോ നിൻ്റെ ലക്ഷ്യമെന്നാണ് ഈ കോട്ടയംകാരൻ്റെ ശിഷ്യനായ ആ സഹോദരൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സഹോദരി അന്തം വിട്ടിട്ട് പിന്നീട് ഒരിക്കൽ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചത്, പാസ്റ്റർ ഇങ്ങനെയുള്ള വാക്യങ്ങളും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതെങ്ങാനും അദ്ദേഹം കേട്ട് കഴിഞ്ഞാൽ വലിയ ബഹളമാണ്. അപ്പം അതെന്താ അദ്ദേഹം അങ്ങനെ പറയാനൊരു കാരണം വേണമല്ലോ, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാൾ അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആ മനുഷ്യനുണ്ടല്ലോ, ഈ യേശു വരുന്നു എന്തൊക്കെയോ പറയുന്ന ആ മുടിയില്ലാത്ത അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും വായിക്കരുത്, അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണെന്ന്. 2026 തുടക്കത്തിൽ നമ്മളും ഇതുപോലുള്ളൊരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇതുമാത്രം ജനങ്ങളെ സഹോദരങ്ങളെ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നത്. അത് വേദനയോടുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് നിങ്ങളുടെ മുമ്പാകെ. നിങ്ങളാരും ഇങ്ങനത്തെ കാര്യമൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇരമ്യാവിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം തടയപ്പെടുമെന്നും അത് വീട്ടിൽ കുഴപ്പങ്ങളുണ്ടാകുമെന്നൊക്കെ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ചിന്തിക്കുന്നു? അപ്പോൾ വേദപുസ്തകത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം എന്താണ്? ഈ പുസ്തകങ്ങളെ മുഴുവനും അവർ അംഗീകരിക്കുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? തങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് പാടുകയോ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ, ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. 2026 ഈ തുടക്ക സമയത്ത് തന്നെ വിശുദ്ധന്മാരോട് എനിക്ക് ഗൗരവമായൊരു കാര്യം പറയാനുണ്ട്. ഏതെന്ന് ചോദിച്ചാൽ അതൊരു ദൈവികാരുള്ളപ്പാടാണ്. ഇതിനു മുമ്പ് പുതുവർഷത്തിൻ്റെ തുടക്കത്തിലൊന്നും നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ അഭിഷേകത്തോടെ അത് പറയുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, അതായത് അതിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ, നീണ്ട ഒരു പാരഗ്രാഫാണ്. അത് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഭാഗങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ വ്യക്തമായി പറയുവാനൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വന്നു, വ്യക്തമായി പറയുവാനായിട്ട്.
അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നിന്നൊരു വാക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു വാക്ക്, അതായത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. ഇതാണോ 2026 ദൈവശബ്ദമായിട്ട് ഞങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളതെന്നായിരിക്കും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല ദൈവം ഇടപെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയും ദൈവം സംസാരിക്കണമെന്നില്ല. ദൈവം ഇടപെടുന്നതും ദൈവം സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ നമ്മോട് ഇടപെടും. എങ്ങനെയാ? അതായത് മുൻകാലങ്ങളിൽ തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ എഴുതപ്പെട്ട വിശുദ്ധ തിരുവചനം, അതായത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, ദൈവത്തിൻ്റെ ശബ്ദമാണിത്. ആ ശബ്ദം ഇന്ന് ആത്മാവിൽ ദൈവം തൻ്റെ ഒരു ദാസനിലൂടെ നമ്മോട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. പറയുന്നത് ആരാ? സകലത്തെയും ചമച്ചവൻ. ഞാനല്ല പറയുന്നത്. സകലത്തെയും ചമച്ച വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. പെട്ടെന്ന് കേട്ടാൽ അത് നമുക്ക് ഉൾക്കൊള്ളാനോ ഏറ്റെടുക്കാനോ അല്ല. ഉൾക്കൊണ്ടാൽ എന്നാ കുഴപ്പം? ഉൾക്കൊള്ളാൻ മേലാഴികമല്ലോ ഉണ്ടോ? വേറെ എന്ത് കേട്ടാലാണ് ഉൾക്കൊള്ളുന്നത്? അപ്പോൾ വേറെ എന്ത് കേട്ടാലാണ് പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നത്? നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏറ്റെടുക്കുമോ? അതിലും ഭയങ്കര ഭയാനകമായൊരു ശബ്ദമല്ലേ ഇത്? ഈ ശബ്ദത്തിൻ്റെ ഉടമയാരാ? ഈ ശബ്ദത്തിൻ്റെ ഉടമയാരാ? സൃഷ്ടി നടത്തിയവൻ്റെ ശബ്ദമാണത്. അവിടുത്തെ കരുതലാണ് വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. നിന്നെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കോരിയെടുക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ എൻ്റെ വലങ്കരം കുറുകിപ്പോയിട്ടില്ലെന്നല്ലേ അർത്ഥം. മേലാലും നടത്താൻ ഞാൻ ശക്തനെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതേ, പാപത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമേ ഉള്ളൂ. പാപത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വിടുതൽ ലഭിച്ചത്? നമ്മൾ കൈകാലിട്ടടിച്ചതുകൊണ്ടോ ബഹളം വെച്ചുകൊണ്ടൊന്നും അല്ലല്ലോ. മഹാകൃപയാൽ അവിടുന്ന് നമ്മെ കണ്ടിരുന്നു. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ ബലിയാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തന്നെയാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെന്ന്. അതിൻ്റെ കൂടെ എഴുതിയിരിക്കുക, അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ എന്ന്. എന്ന് വെച്ചാൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നാം കരസ്ഥമാക്കി കഴിഞ്ഞു. പിന്നീട് ക്രിസ്തുവിലൂടെയുള്ള സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും നമുക്ക് തരാതിരിക്കുമോ? പുത്രനെ തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ, നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എന്തെങ്കിലും ചവറുകളല്ല, ചപ്പുകളല്ല. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം തരുമെന്നല്ല അവിടെ വിവക്ഷിക്കുന്നത്. സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നമേ വായിച്ചിട്ടുള്ളൊരു വാക്യമാണ്. റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ നമ്മൾ വായിച്ചത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും, എത്രയധികമായി വാഴും, നമ്മൾ എത്രയധികമായി മുൻപോട്ട് പോകും. അതായത് പിതാവ് തൻ്റെ പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതത്തിലും പുത്രനെ നമ്മൾ അനുഭവിക്കുകയാണ്. പുത്രനിലൂടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ്. അതല്ലേ അതിൻ്റെ ആഴമേറിയ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മോട് കൂടെ പറയുന്നത്, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽപ്പിനെന്ന്. വചനത്തിൽ നിലനിന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ഈ അവകാശങ്ങളും അധികാരങ്ങളും മഹിമകളും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. പ്രാരംഭത്തിൽ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുമ്പോൾ പലവരും ധ്യാനിക്കേണ്ട ഭാഗങ്ങളാണ്. അതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണുള്ളത്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 50, 60, 100 കൊല്ലം പഴക്കമുള്ള വിശ്വാസികളോട് ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ശരിക്കും ന്യൂ കമേഴ്സിനോട് പറയേണ്ട കാര്യങ്ങളാണത്. അവരോടെന്താ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. നീ തലയെ പുകയണ്ട, നിന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരുവനുണ്ട്. നിങ്ങളോടത് പറയേണ്ട ഒരു കാര്യമില്ല ശരിക്കും. കാരണം നിങ്ങളതിലേക്ക് ഉറച്ച മനുഷ്യരല്ലേ.
ഈ എത്രയോ കാലങ്ങളായിട്ട് ഈ കർത്താവിന് രുചിച്ചറിയുന്നു, അവൻ്റെ കരുതൽ അനുഭവിക്കുന്നു, ആ സ്വരം കേൾക്കുന്നു, ആ നടത്തിപ്പുകൾ അനുഭവിക്കുന്നു, അല്ലേ? അങ്ങനെയുള്ളവരോട് അങ്ങനത്തെ കാര്യങ്ങൾ പറയണോ? പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇടപെടും. ആരെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള സ്വരമാണത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഞാൻ മരണത്തെ അതിജീവിച്ചവനാണ്. ക്രിസ്തുയേശു മരിച്ചവൻ, അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമാലേഖനം 8:34 പറഞ്ഞത്. യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. പിന്നത്തേതിൽ പിതാവിൻ്റെ വലഭാഗത്ത് തൻ്റെ സഭയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആ പറയപ്പെട്ട സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ടെങ്കിൽ നിശ്ചയമായും മുന്നമേ പറഞ്ഞ് നമുക്ക് ബാധകമാണ്. നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് മറ്റൊരു അപ്പോസ്തലൻ പറയുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. 1 പത്രോസ് 5:7 വാക്യം ഒന്ന് വായിച്ചേ. അവൻ നിങ്ങൾക്ക് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇതിൽ കൂടുതൽ എന്ത് അഷുറൻസാണ് നമുക്ക് വേണ്ടത്? ദൈവസഭയുടെ ഓപ്പണിംഗ് സെറിമണിയിൽ പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ പത്രോസാണ് നമ്മോട് പറയുന്നത്. എന്താ പറയുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കരുതുന്ന ഒരുവനെ കുറിച്ചാണ് പത്രോസ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കരുതുന്ന കർത്താവ്. ആ കരുതലാണല്ലോ നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് നമ്മളെ വഴിയാധാരാക്കി വിടുവോ? പലപ്പോഴും പല പ്രിയപ്പെട്ടവരും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. സാഹചര്യങ്ങളുടെ മുമ്പാകെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലേ? സാഹചര്യങ്ങളുടെ മുമ്പാകെ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ചിന്തിച്ചു പോകുന്ന ആ പോക്കിനെയാണ് നമ്മൾ പറയുന്നത് ആത്മീയത്തിൽ ബലമില്ലെന്ന്. ബലഹീന വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഗണത്തിലാണ് നമ്മൾ പെടുത്തിയുള്ളൂ. അല്ലാതെ വേറെ കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റില്ല. ആ ഗണത്തിൽ മാത്രമേ പെടുത്താൻ പറ്റുള്ളൂ. കാരണം എല്ലാ കാലത്തും ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ എന്ന് പത്രോസ് പറയുമ്പോൾ അതേ കാര്യം പൗലോസും മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. സുവിശേഷങ്ങളിലൂടെയാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. അതും അപ്പോസ്തലന്മാരാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ. ചിന്തകൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2026 ചിന്തകളില്ലാത്ത വർഷമാകുമോ? എനിക്ക് തോന്നുന്നില്ല. ചിന്തകൾ ഉറപ്പായിട്ടും വരും. 2026 നിശ്ചയമായും ചിന്തകൾ വരും, വ്യാകുലങ്ങൾ വരാം, പലതുമൊക്കെ കടന്നു വരാം. പക്ഷേ അവിടെയൊന്നും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. എല്ലാ സമയത്തും ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. നമ്മുടെ കർത്താവിൻ്റെ സ്വരമാണത്. അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് അവിടുന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ വിചാരപ്പെടേണ്ട, അവിടുന്ന് കരുതിക്കൊള്ളും എന്നൊക്കെ പറയുമ്പോൾ ഇതേ കാര്യം തന്നെയല്ലേ മനസാക്ഷിക്കാരനായ അബ്രഹാം തൻ്റെ മകനോട് പറഞ്ഞത്? മകൻ ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. അപ്പാ, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്, യാഗമൃഗം എവിടെയെന്നുള്ളൊരു ചോദ്യമല്ലേ ചോദിച്ചത്. അതിന് അബ്രഹാം കൊടുത്ത മറുപടി എന്താ? യഹോവ കരുതിക്കൊള്ളും മകനെ എന്നാണ് പറഞ്ഞത്. അബ്രഹാം ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ രുചിച്ചറിഞ്ഞു. ആ രുചിച്ചറിഞ്ഞതിൽ നിന്ന് അബ്രഹാമിൻ്റെ ഉള്ളിലൊരു ബോധ്യം കാണും. വെട്ടുകത്തിയെടുത്ത് വെട്ടാനായിട്ട് കൈ വീശുന്ന സമയത്ത് പോലും ആ ചിന്ത ഉള്ളിൽ കാണും. ഇനി എത്ര സെക്കൻഡ് ഉണ്ട് ആ കത്തി താഴേക്ക് വരാൻ? അത്ര സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഉയർന്ന വെട്ടുകത്തി താഴേക്ക് വരാൻ എത്ര സെക്കൻഡ് വേണം? അത്രയും സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. അത്രയും സെക്കൻഡിലല്ലേ പ്രവർത്തിച്ചത്? അതുവരെ അബ്രഹാം വല്ലതും കേട്ടിരുന്നോ? ഇങ്ങനെ ഒരു ബലിയർപ്പണത്തിന് അബ്രഹാമും മകനും കോപ്പ് കൂട്ടി മോറിയാമലയിലേക്ക് പുറപ്പെടുന്ന ആ വഴിയിലോ അവിടെ വന്നെത്തിയിട്ടോ യാഗപീഠം തയ്യാറാക്കുമ്പോഴോ വിറകടുക്കുമ്പോഴോ മകനെ പിടിച്ച് കിടത്തുമ്പോഴോ വെട്ടുകത്തി എടുക്കുമ്പോഴോ ഒന്നും കേട്ടില്ല. അങ്ങനെയാ സഹോദരങ്ങളെ പല കാര്യത്തിലും നമ്മൾ ഇപ്പം കേൾക്കുമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും കേൾക്കില്ല. അവസാനത്തെ ആ സെക്കൻഡിലായിരിക്കും ദൈവിക ഇടപെടൽ വരുന്നത്.
അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം ദൈവത്തിൻ്റെ കരുതലുകളും പ്രവൃത്തികളും എത്രത്തോളം എന്ന്. അതായത് കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉയരത്തിലേക്ക് പോയിട്ട് താഴേക്ക് അങ്ങിടും. ഒരലിവുമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. താഴെ വലിയ പാറക്കൂട്ടങ്ങളാണ്. അതങ്ങനെ തന്നെ താഴേക്ക് പോയാൽ ആ പാറക്കൂട്ടത്തിലിടിച്ച് കഴുകൻ കുഞ്ഞ് അവസാനിക്കും. കഴുകൻ കുഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. എന്തായാലും ആ അവസാന സെക്കൻഡിൽ തള്ളക്കഴുകൻ അതിനടിയിലേക്ക് വന്ന് കഴുകൻ കുഞ്ഞിനെ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് അനന്തവിഹായുസിലേക്ക് അങ്ങ് പറന്നു ഉയരുകയാണ് അല്ലേ. ആകാശത്തിലേക്ക് അങ്ങനെ പറന്നു ഉയരുകയാണ്, ആകാശത്തിലേക്ക് പറന്നു ഉയരുകയാണ്. അതുപോലെ തന്നെയാണ് ഈ അവസാന സെക്കൻഡിലും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് എനിക്കറിയില്ല. വെട്ടുകത്തി താഴേക്ക് വരാനുള്ള സെക്കൻഡ് എത്രയുണ്ട്, അത്രയും സെക്കൻഡ് മതി. അതിനു മുമ്പേ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലവിധമായ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാകാം. അതിനെല്ലാം ഉള്ള മറുപടി ഇതാണ്: അവിടെ നിന്ന് കരുതുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് 2026 പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കരുതലുകളും നടത്തിപ്പുകളും ഉപകാരങ്ങളും എല്ലാം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളായിരിക്കാം. അല്പം പോലും അവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, വിശ്വാസത്തിൽ ധീരന്മാരായി മുൻപോട്ട് പോകാൻ ഈ പുതുവർഷത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനായി ഞാൻ രാപ്പകൽ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെന്ന്. എന്നിട്ട് 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നൊരു ഉത്തരമാണ് ഈ പ്രാർത്ഥനയ്ക്കൊക്കെയുള്ള മറുപടി എന്നോണം അവർ വിശ്വാസത്തിൽ സമ്പന്നരായി, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വളർന്നു വന്ന കാഴ്ചകളാണ് അവിടെ കാണുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾ എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകുകയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. പൗലോസ് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്ന എന്താ ഓർത്തിട്ടാ? അതായത് നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകയും. അവിടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്, സ്നേഹം പെരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശുശ്രൂഷകനായ പൗലോസ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ സഭയോ അവിടുത്തെ വിശുദ്ധന്മാർ ഉയർന്നു വരുന്നൊരു കാഴ്ചയാണ് 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തൂടെ മനസ്സിലാകുന്നത്. ഇതെന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, 1 തെസ്സലോനിക്ക ലേഖനം 3:10 അവിടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനായി രാപ്പകൽ പ്രാർത്ഥിക്കുന്ന കാര്യം. അതിനൊരു മറുപടിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസന്മാർ എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ ആത്മീയത്തിൽ വളർന്നു വരുന്ന കാര്യത്തിനാണ്. 2024 ഒടുവിലാകട്ടെ, 2025 ആരംഭ ദിനത്തിലാകട്ടെ, അന്നും ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകണം, വിശ്വാസ സംബന്ധമായി നാം ഉറച്ചു നിൽക്കുന്നവരാകണം. അങ്ങനെയുള്ള നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ആരംഭ സമയത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു. 2025 ആരംഭത്തിലും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. തുടർന്ന് 1-2 കാര്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ആ മെസ്സേജ് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞു പോയത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വയനാട്ടിലായിരുന്നു. വയനാട്ടിലെ ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അതായത് വർഷത്തിൻ്റെ അവസാന സമയത്തുള്ളൊരു സംസാരമായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിച്ചു. അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും വെളിപ്പാടുകൾ എന്നുള്ള നിലയിലൊക്കെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ വയനാട്ടിലെ ആ ട്രൈബൽ സെക്ടറിൽ പോയിട്ട് അവിടെയുള്ള സഹോദരങ്ങളുമായി സംസാരിച്ചു, അവരുമായിട്ടൊരു കൂട്ടായ്മ ആചരിച്ചു. അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. അവരോട് ഒടുക്കം സംസാരിച്ച ചില ഭാഗങ്ങൾ എടുത്ത് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ എടുത്ത് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മെസ്സേജിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതിൻ്റെ ഒരു വിശദീകരണമായിപ്പോയി. എന്നു ചോദിച്ചാൽ, അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുമായിരുന്നു, സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ട്രൈബൽ മേഖലയിലുള്ളവരാണ്. അവർ സാമ്പത്തികമായി ഒത്തിരി ഉയർന്നു നിൽക്കുന്നവരല്ല, വിദ്യാഭ്യാസപരമായി ഒത്തിരി ഉയർന്നവരല്ല.
അവരുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അവരൊത്തിരി പിന്നോക്കാവസ്ഥയിൽ പാർക്കുന്ന സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷേ ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഇനി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതല്ല, നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന സൂചന അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പോന്നു. അവർ ചിലപ്പോൾ മുഖത്തോട് മുഖം നോക്കിക്കാണും ഇദ്ദേഹം എന്താണ് ഈ പറയുന്നതെന്നൊക്കെയുള്ള നിലയിൽ. തങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടൊന്നുമില്ല. ഏതെങ്കിലും ബാങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനത്തെ ഒരു കനത്ത സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് വന്നു. അപ്പോൾ ചില പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞേ, ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, പിന്നെയും ഈ അനുഗ്രഹത്തെക്കുറിച്ച് പിന്നെ എന്തിനാ പറയുന്നതെന്നുള്ള രീതിയിൽ. ആ പറഞ്ഞത് ന്യായമായൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞത് കഴിഞ്ഞ നാളുകളിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അനുഗ്രഹിക്കപ്പെടുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നോ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമ്മൾ പറയും. അതുകൊണ്ട് എന്താണ് നമ്മൾ വിവക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. എത്ര പേര് കൃത്യമായി ഉത്തരം പറഞ്ഞു? ഇവിടെ എത്ര പേര് അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞു? ആ ഉത്തരത്തോട് എന്തോ സാമ്യമുള്ള രീതിയിൽ 1-2 പേര് ചെറിയ തോതിൽ സൂചിപ്പിച്ചു. എന്നാൽ വലിയ പങ്ക് ആളുകളും അതിന് ഉത്തരം പറഞ്ഞില്ല. പലരും പലവിധമായ അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അത് ആത്മീയമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ അത് കൃത്യമായും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളതിങ്ങനെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ആർക്കും ക്ലിക്കായില്ല. ശരിക്കും അതിന് മറുപടി നിങ്ങൾ പറയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് അന്നേരം പോവില്ല. നിങ്ങളാരും മറുപടി പറഞ്ഞില്ല എന്ന് കാണുമ്പോൾ അതിന് വിശദീകരണത്തിലേക്ക് പോകാതെ തരമുണ്ടോ? അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതൊരാൾ കേട്ടിട്ടുണ്ട്, ആ ആൾക്ക് അത് നല്ല രീതിയിൽ ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതി ഞാൻ ആ വിഷയം പ്രസംഗിക്കാതിരിക്കുമോ? ഒരാൾ ഗ്രഹിച്ചെന്ന് കരുതി ഇവിടെ 9 പേര് ഗ്രഹിച്ചിട്ടില്ല. ആ 9 പേർക്കും ആ വിഷയത്തിൽ നല്ല ഗ്രാഹ്യം ഉണ്ടാകണ്ടേ? ഒരാൾ ഗ്രഹിച്ചാൽ മതിയോ? ഇവിടെ ധാരാളം സഹോദരങ്ങൾ ഇരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ആ കാര്യത്തിൽ നല്ല ബോധ്യം ഉണ്ടാകണം. കാരണം എന്താ? നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ ഏറ്റവും സീരിയസ് ആയി സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. കൃത്യമായൊരു ക്ലാരിറ്റി കിട്ടണം അതിനകത്ത്, അല്ലെങ്കിൽ അപകടമല്ലേ? ഇപ്പോൾ ഒന്നുകൂടെ ആ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജാ അത്. ഒന്നുകൂടെ ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ പറയും എന്തായാലും. എന്നാൽ ഇപ്പോഴും അത് പറയാനായിട്ട്, അവതരിപ്പിക്കാനായിട്ട് പ്രാപ്തിയുള്ളവർ നമ്മുടെ ഇടയിൽ കുറവായിരിക്കും. ഇപ്പോൾ ഈ സംവിധാനത്തിലൂടെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ടൊന്ന് കുറിച്ച് നോക്കി എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതെന്ന്. അങ്ങനെ നിങ്ങളൊരു പേപ്പർ എടുത്ത് കുറിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ നല്ല ബോധ്യത്തിലേക്ക് വരും. നോക്കണം, ഈ സമൂഹത്തിലെ ഏറ്റവും ചെറിയവനായ ഒരുവനാണ് ഞാൻ. വലിയ പണ്ഡിതന്മാരെ എത്രയോ ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും ഉള്ളവരുണ്ട്, MTHകാരുണ്ട്, അതുപോലെ അനുഭവ സമ്പത്തുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, തലനരച്ചവർ, അതായത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ദൈവദാസന്മാരുണ്ട്. അവരുടെയൊക്കെ നടുവിലാണ് നമ്മൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പൊതുവേ പുറത്തൊന്നും അധികം കേൾക്കാത്ത കാര്യങ്ങളാണത്. പൊതുവേ പുറത്ത് നല്ല രീതിയിൽ ദൈവവചനം ഘോഷിക്കുന്ന ദൈവദാസന്മാരൊക്കെ പറയും ആത്മീയത്തിൽ സമ്പന്നരാകുക, ആത്മീയ വിഷയങ്ങളെന്നുള്ളത് അവർ അങ്ങനെ ജനറലായിട്ട് പറയും. പക്ഷെ നമ്മൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ടാബർനാക്കിളിൻ്റെ പിക്ചർ വെച്ച് ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കേൾപ്പിച്ചത്. ഒരുവൻ സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ആ യാഗപീഠം വഴിയാണ് അവൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നത്. അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് അവൻ അനുഭവിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം അവിടെ ഉറപ്പിക്കപ്പെടുകയാണ്. രക്ഷ ദെൻ സ്നാനം, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവൻ വലിയ താമസമില്ലാതെ സ്നാനപ്പെടുന്നു. ആ സ്നാനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് വിവാഹ നിശ്ചയമാണ്. നമ്മുടെ വിവാഹ നിശ്ചയം അവിടെ കഴിയുകയാണ്. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നാം അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്, ശപിക്കപ്പെട്ട അവസ്ഥയല്ല. ആരുമായിട്ടാണ് വിവാഹ നിശ്ചയം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവുമായിട്ടാണ് വിവാഹ നിശ്ചയം. അപ്പോൾ ആ നിലയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
ഇനി അതിൻ്റെ അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത് എന്താ? വിവാഹം നടന്നാൽ അനുഗ്രഹ പൂർത്തിയാണ്. അപ്പോൾ ഈ യാത്ര മീൻസ് 70 കയറിയാൽ 80 മുൻപോട്ട് പോകണമല്ലോ. മരണം നമ്മെ വിളിക്കുന്നവരെ അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുന്നവരെ ഒരു യാത്രയുണ്ട്. ഈ യാത്രയോടുള്ള ബന്ധത്തിൽ നാം ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാനാണല്ലോ സ്നാനമേറ്റത്. മുൻപോട്ടുള്ള യാത്രയിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേരുകയാണ്. അങ്ങനെ പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹ പൂർത്തിയിലേക്ക് വരികയാണ്. പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ട കാഴ്ച എന്താ? ആ മഹത്വ ശരീരത്തിൻ്റെ ഭാഗമായി, ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായി തേജസ്സിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ്. തേജസ്സിൽ നിൽക്കുന്നൊരു കാഴ്ച. അതിനെ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്നല്ലേ പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു നിലയിലേക്ക് നിങ്ങൾ ആരും വന്നില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾക്കെല്ലാം ധാരാളം പുഞ്ചപ്പാടവും റബ്ബർ തോട്ടവും കുരുമുളകും തോട്ടവും ഏലത്തോട്ടമൊക്കെ കിട്ടി. അല്ല, ഇനി കുറച്ച് തേയിലത്തോട്ടം കൂടെ വെച്ചോ. കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടം നമ്മുടെ രതീഷിൻ്റെ പേർക്കും, കുറച്ച് നമ്മുടെ ലിമാൻറ്റിക്കും, അവിടെ ഒത്തിരി തോട്ടങ്ങളുണ്ടല്ലോ, കുറച്ച് നമ്മുടെ ലിസ കൊച്ചമ്മയ്ക്കും, അങ്ങനെ നമ്മുടെ ജോയിസിക്ക് ഒരു തോട്ടം കൊടുത്തേക്കാം, പിന്നെ നമ്മുടെ ബിജു ബ്രദറിന് ഒരെണ്ണം കൊടുത്തേക്കാം, നമ്മുടെ തോമസ് ബ്രദറിന് ഒരെണ്ണം കൊടുത്തേക്കാം, അങ്ങനെ എല്ലാവർക്കും ഓരോ തോട്ടങ്ങളും കൊടുത്തേക്കാം. പക്ഷേ പറ്റിച്ചേർന്നില്ല. ക്രിസ്തു എന്ന തലയോളം വളർന്നില്ല. ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞില്ല. അങ്ങനെയുള്ളവരെ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിക്കും? യെസ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന കാരണത്താൽ. പക്ഷേ അവകാശിയായി തീർന്നില്ല, അധികാരിയായി തീർന്നില്ല. അങ്ങനെ ആയിത്തീർന്ന ആളുകളുടെ മുമ്പിൽ, അങ്ങനെ ആയിത്തീർന്നവരുടെ മുമ്പിൽ ആയിത്തീരാൻ പറ്റാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം കേട്ടിട്ടേ ആയിത്തീരാൻ പറ്റിയില്ലെങ്കിൽ ലജ്ജിച്ചു പോകും, അത്രേ ഉള്ളൂ. നിത്യതയിൽ അവർ മഹത്വ സിംഹാസനത്തിലിരിക്കുമ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ആ മഹത്വ സിംഹാസനത്തിൽ മഹത്വാനോടുകൂടെ ഇരിക്കുന്ന അവസ്ഥയ്ക്കല്ലേ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് വിശദീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വിശദീകരിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രാപ്തരാകേണ്ടവരാണ്. അപ്പോൾ ഇടയ്ക്ക് വന്ന ഒരു സംസാരത്തിനൊരു മറുപടി പോലെയാണ് ഞാനീ പറയുന്നത്. ചില പ്രിയപ്പെട്ടവർക്കൊക്കെ ആ കാര്യം നന്നായിട്ട് നാളുകൾക്ക് മുമ്പേ മനസ്സിലായിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടത് പറയും. പക്ഷേ അത്രത്തോളം ഗ്രഹിക്കാൻ കഴിയാത്തതും അത് കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്തതുമായ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ നടുവിൽ അത് ഒന്നുകൂടെ പറഞ്ഞ് 2025 ഒടുവിൽ അവരെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഒന്നുകൂടെ ഉറപ്പിക്കുക ചെയ്തത്. 2026 പ്രവേശിക്കുമ്പോൾ തികഞ്ഞ ബോധ്യത്തിലായിരിക്കണം 2026 പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് പ്രവേശിച്ചത്? ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ പേർക്ക് കിട്ടുമെന്നുള്ള ആ ഒരു ചിന്തയിലാണോ പ്രവേശിച്ചത്? നമ്മുടെ എല്ലാ ഈ ഫെലോഷിപ്പുകളിൽ വർഷാവസാന പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. വർഷാവസാനം എല്ലാവരും കൂടി പാടുകയും പ്രാർത്ഥിക്കുകയും ചാപ്പാടടിക്കുകയും പിന്നീട് ഈ വാക്തത്വ വചനങ്ങൾ എന്നൊക്കെയുള്ള നിലയിൽ ചില വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോവില്ലേ? ക്രിസ്തീയ സഭയുടെ ആരംഭം ഏകദേശം AD 30 ഏകദേശം AD 90-95 വരെയൊക്കെയുള്ള കാലയളവിൽ ഈ പുസ്തകം എഴുതി പൂർത്തീകരിക്കപ്പെടുന്ന കാലമാണല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ ആ സമയം വരെയൊക്കെ ഉണ്ട്. അപ്പം ഏതാണ്ട് ഒരു 70 വർഷക്കാലം നമുക്ക് ചിന്തിക്കാം. 70 വർഷക്കാലത്തെ സഭയുടെ ഒരു ചരിത്രം വിവിധ ലേഖനങ്ങളിലൂടെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഡിസംബർ 31 രാത്രി ഇങ്ങനെ വാക്തത്വ വചനങ്ങൾ എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ് പൗലോസ്ലീഹ, നമുക്കെല്ലാവർക്കും AD 67 ഡിസംബർ 31 ഒരുമിച്ച് കൂടി വാക്തത്വ വചനങ്ങളെ എടുക്കാം എന്നൊന്നും പൗലോസ് ആരോടും പറഞ്ഞു കൊടുത്തില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും കൂത്തുകാഴ്ചകളാലും ഒക്കെ അകപ്പെട്ട അവസ്ഥയാണ് കാണുന്നത്. വാക്തത്വ വചനങ്ങൾ പ്രകാശനം ലഭിച്ചതിന് ശേഷം അവർ കടന്നുപോയത് നിന്ദകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും കടന്നുപോയി. ചില സമയങ്ങൾ അവർ കൂത്തുകാഴ്ചയായി തീർന്നു. സമ്പത്തുകളുടെ അപഹാരം സംഭവിച്ചു. പല കാര്യങ്ങളും. ചിലരെല്ലാം തടവിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സുവിശേഷ നിമിത്തം, ക്രിസ്തു നിമിത്തം തടവ് ജീവിതമൊക്കെ സംഭവിച്ചു. അന്നേരം വാക്തത്വ വചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? വാക്തത്വ വചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പൗലോസിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വാക്തത്വ വചനം വന്നായിരുന്നു. അതായത് കൈസരിയിലുള്ള ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അഗബാസ് വന്നു. അഗബാസ് വന്നപ്പോൾ പറഞ്ഞ വാക്തത്വ വചനം എന്നാ? ഈ റൂമാലിൻ്റെ ഉടമസ്ഥൻ, അതായത് പൗലോസിൻ്റെ ശരീരത്തിൽ കിടന്ന ആ ഉത്തിരിയം എടുത്തിട്ട് പൗലോസിൻ്റെ കൈ തന്നെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ ഉടമസ്ഥനെ യെരുശലേമിൽ ബന്ധിക്കാൻ പോവുകയാണ്.
പുള്ളി തടവ് ജീവിതത്തിലേക്ക് പോകുന്നുള്ള രീതിയിലാണ് പറഞ്ഞു വന്നത്, പ്രവചന സ്വരത്തിലാണ് പറഞ്ഞത്. അത് കേട്ട ജനമെല്ലാം സങ്കടപ്പെട്ടു പോയി. അവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി, പൗലോസിനെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി. പൗലോസിനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അയ്യോ അതരുതേ, അങ്ങോട്ട് പോകരുതേ എന്നൊക്കെ. അതായത് പണ്ട് പത്രോസ് കർത്താവിനോട് പറഞ്ഞ പോലെയാണ്, മനുഷ്യപുത്രൻ വന്നത് ക്രൂശിക്കപ്പെടാനാണ്, മരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്നെ പറഞ്ഞത് അയ്യോ അരുതേ, അയ്യയ്യോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും കൈസരിലുള്ള വിശുദ്ധന്മാർ, അവർക്ക് പൗലോസിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത്, യെരുശലേമിലേക്ക് പോകണ്ടെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വാക്തത്വ വചനങ്ങൾ എന്നൊക്കെ പറഞ്ഞെടുത്ത് ആളുകൾ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണതിന് കുഴപ്പമില്ല. എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കുറച്ച് ദ്രവ്യം നിക്ഷേപിക്കണം. ദ്രവ്യം നിക്ഷേപിച്ചിട്ടാണ് വാക്തത്വ വചനം എടുക്കാൻ പറ്റുള്ളൂ, ചുമ്മാ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുക, ഒരു ദൈവദാസൻ തൻ്റെ ജനത്തെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വർഷക്കാലം ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ആരാധിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിച്ച് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആ ഒരു വർഷക്കാലം ദൈവം ഇടപെട്ട കാമ്പും കഴമ്പുമുള്ള കാര്യങ്ങൾ, അല്ലാത്ത കേസ് പുറത്തിറക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉദ്ധരിക്കാനുണ്ടെങ്കിൽ, അതായത് മറ്റു പ്രിയപ്പെട്ടവർക്ക് ആത്മീയവർദ്ധനം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് ആശ്വാസമാകണം. നമ്മുടെ ഓരോ വാക്കുകളും ചുമ്മാ സമയം കളയരുത്, വേസ്റ്റാക്കി കളയരുതെന്ന്. അപ്പോൾ അങ്ങനെ വർത്തായ കാര്യങ്ങൾ പറഞ്ഞും ആ 31-ാം തീയതി അങ്ങനെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഒടുക്കുക ദൈവദാസൻ തൻ്റെ ജനത്തിന് നേരെ കരമുയർത്തിക്കൊണ്ട് ഇത്രയും നേരം പറഞ്ഞതിനേക്കാളും ഗംഭീരമായൊരു 3 വാക്ക് പറയും. അതായത് നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും പുത്രൻ്റെ കൃപയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും സഹവാസത്തെക്കുറിച്ചും പറഞ്ഞ് അവരെ ആശീർവദിച്ചങ്ങ് പറഞ്ഞ് സന്തോഷത്തോടെ അയച്ചാൽ എന്താ ദോഷം? അന്ന് രാത്രി തന്നെ പാത്രത്തിനകത്ത് ഇവരുടെ പോക്കറ്റിലെ ചില്ലറ വീഴിക്കണോ? അന്ന് രാത്രി തന്നെ ഇടണോ? അടുത്ത ദിവസം അവർ വരുമല്ലോ. ഇദ്ദേഹം അവരുടെ തന്നെ ദൈവദാസനല്ലേ, നാടുവിട്ടു പോകുന്നൊന്നുമില്ലല്ലോ, ഒളിച്ചോടുന്നൊന്നുമില്ല. കാഹളം ധ്വനിച്ച് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഞാൻ ഈ പറയുന്നത്, ഈ എന്താ ശുശ്രൂഷകരും വിശ്വാസികളെല്ലാം ഇതെല്ലാം മണി മൈൻഡഡ് ആയിപ്പോയി. വിശ്വാസികളും മണി മൈൻഡഡാണ്, ശുശ്രൂഷകരും അങ്ങനെയായി മാറി. ഇത് എന്താ പറയുക, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങളോർത്ത് ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് വളരെ ആഴത്തിൽ നമ്മൾ ധ്യാനിച്ചതാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ താഴെ വരെയുള്ള വാക്യങ്ങൾ. കുലഹീനവും ബലഹീനവുമായ നിമിഷങ്ങൾ നമ്മൾ കൺമുമ്പിൽ കണ്ടതാണ്. നമ്മുടെ ഇന്നലകൾ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ തറവാടിത്വം ഒക്കെ അവിടെ നമ്മൾ കണ്ടതാ, എത്രത്തോളം തറവാടിത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം നമ്മെ വിടുവിച്ചുദ്ധരിച്ചു കൊണ്ടുവന്നവൻ്റെ മുമ്പാകെ ഒരു വർഷം നടത്തിയതിൻ്റെ നന്ദി സൂചകമായി കടന്നു വരികയാണ്. അത് പണം കൊടുത്താണോ നന്ദി കരയറ്റുന്നത്? അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി എന്ന് പറയുന്നത് എൻ്റെ ചിന്തയിലുണ്ടെങ്കിൽ ഡിസംബർ 31-ാം തീയതി കൊടുക്കുന്നതും 1-ാം തീയതി കൊടുത്താൽ എന്നാ കുഴപ്പം? അടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ശുശ്രൂഷകരെ നേരിട്ട് പോയി കണ്ട് ക്രിസ്തുവിനുള്ള സ്നേഹം പങ്കുവെച്ച്, അദ്ദേഹം ഈ ഭൂമി ജീവിക്കണമല്ലോ, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ അന്നേരം ചെയ്യാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? ഈ 31-ാം തീയതി അങ്ങനെ പാത്രം വയ്ക്കുമ്പോൾ ഇവരിടുന്നതേ ഇടുകയുള്ളൂ, അത് കഴിഞ്ഞാലൊന്നും അവരൊന്നും അങ്ങനെ ചെയ്യില്ലെന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. അതല്ലേ അതിൻ്റെ വാസ്തവം. അതായത് ഈ പാത്രം വെച്ച വിശ്വാസി എന്തായാലും അതിനകത്ത് ഇടും, അല്ലെങ്കിൽ ഇവരങ്ങനെയൊന്നും ഇടില്ല. പിന്നെ അടുത്ത ഞായറാഴ്ച ഇടുകയുള്ളൂ. പിന്നെ ദശാംശം എന്നുള്ള പേരിൽ പിന്നത്തെ മാസത്തിൽ ഇടുന്നത് ആ ഇടുകയുള്ളൂ, അല്ലാതെ ഒന്നും അങ്ങനെ ഇടില്ല എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം, എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കുറവാണ്. എന്നെ സംബന്ധിച്ച് ചങ്കും കരളും പറിച്ചിടാൻ തയ്യാറുള്ള മനുഷ്യരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ നിലയിൽ കൊടുക്കാൻ മനസ്സുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമാണ് സുഗ്രാഹ്യമായൊരു യാഗമായി തീരുകയുള്ളൂ. അല്ലാത്തതൊക്കെ ചുമ്മാ കൊടുക്കൽ വാങ്ങൽ മാത്രമാണ്. അതൊരു സുഗ്രാഹ്യമായ യാഗമായി തീരണമെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കണം ആ കൊടുക്കൽ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവർക്ക് ബോധ്യം വരണം.
പടുകുഴി കിടന്ന് എന്നെ ഉദ്ധരിച്ചിവിടെ കൊണ്ടുവന്നു. എൻ്റെ സമസൃഷ്ടങ്ങൾ അനേകരങ്ങനെ കിടക്കുകയാണ്. അവരെ ഉദ്ധരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് മുന്നണിയിൽ നിൽക്കുന്ന ശുശ്രൂഷകരുടെ സന്ധാരണം അതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ ആത്മനടത്തിപ്പിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരെ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. നമ്മുടെ കോട്ടയംകാരൻ തങ്കുച്ചായൻ്റെ ഭയങ്കര റോക്ക് ആൻഡ് റോളും ഡാൻസും ഒക്കെയാണ്. ഡിസംബർ 31 അവർ സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതെ ആണും പെണ്ണും എല്ലാം കടന്ന് തുള്ളിച്ചാടി മറിയാണ്. ദൈവവചനം കേട്ടിട്ടോ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്താലൊന്നും അല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ചാടിപ്പിക്കുന്നു. കൂട്ടത്തിൽ ഇവർ പറയുന്ന വാക്കുകളെല്ലാം മനുഷ്യനെ ചലിപ്പിക്കുന്ന വാക്കുകളല്ലേ. ഭയങ്കരമായിട്ട് മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് മനഃശാസ്ത്രം പഠിച്ച പാർട്ടികളാണ് ഇവരൊക്കെ. എവിടെ തൊട്ടാൽ ഇളകുമെന്ന് അവർക്കറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. ഈ ഗ്രൂപ്പുകളുടെ എല്ലാം ഡിസംബർ 31 വാച്ച് നൈറ്റ് സർവീസിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ടീസർ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പ്രോഗ്രാം ഇങ്ങനെയാണ്. നമ്മുടെ അഞ്ചലുകാരൻ, അങ്ങനെ ഇവരെല്ലാവരും കുറേ പേരുടെ ഞാൻ കണ്ടു. ഒരു 2-3 മിനിറ്റ്സോ 5 മിനിറ്റ്സോ മറ്റോ ഉള്ള ഒരു ചെറിയ വീഡിയോ. അതായത് ജനത്തെ ആവേശം കൊള്ളിച്ചുകൊണ്ട് 2-1 ഇന്ന് രാത്രി നടക്കൂ എന്നുള്ള ആ ഒരു ധ്വനി വരുമാറുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ജനത്തിനൊരു ആകാംക്ഷയായി, ഇന്ന് രാത്രി പോയില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും, ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയായിരിക്കും, നിശ്ചയമായി 100 ഇട്ടാൽ 1000 കിട്ടും, 1000 ഇട്ടാൽ 10000 കിട്ടും. ആ ഒരു ചിന്തയിലേക്ക് ഇവരുടെ മൈൻഡ് സെറ്റിനെയൊക്കെ ഇവർ മാറ്റിക്കഴിയും. ആ ഒരു പകൽ കൊണ്ട് ഇവരങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യും. അപ്പം മറ്റിതര പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെ എങ്ങനെയാണെന്നൊരു ചോദ്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അവിടെയൊക്കെ പണ്ട് കാലം മുതൽ വളരെ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ദൈവദാസന്മാർ വിശ്വസ്തരായി നിന്നുകൊണ്ട് ജനത്തെ നയിക്കുകയും വചനം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ആ സമയങ്ങളിലൊക്കെ ജനം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തങ്ങളുടെ ശുശ്രൂഷകന്മാരെ ഓർത്ത് ആ സമയത്ത് അവിടെ സ്വതരാഴ്ചയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അതിനകത്തൊന്നും തെറ്റുണ്ടെന്നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതൊക്കെ അവർ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. ഒരിക്കൽ പോലും അതിനകത്തൊരു 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1000 കിട്ടും എന്നുള്ള ചിന്തയിലല്ല പണ്ട് കാലത്ത് പൂർവന്മാരങ്ങനെയൊക്കെ ചെയ്തത്. അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ബോധ്യത്തിലാണ് അന്നൊക്കെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതെല്ലാം മാറി മറിഞ്ഞെന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. എല്ലാം വ്യാപാരമായിട്ട് മാറി. അപ്പോൾ ഇതെന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം തിരുത്തലുകൾ വരുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. എന്നാലും നിങ്ങളോട് അതൊക്കെ പറയുമ്പോൾ ഒരു ബോധ്യത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. സഹോദരങ്ങളെ, ഇന്ന് പോകുന്ന ഈ സംവിധാനങ്ങളെ ഒന്നും തിരുത്താനൊന്നും നമ്മളെക്കൊണ്ട് സാധ്യമല്ല, എളുപ്പമല്ല. നമ്മളിവിടെ ഈ പ്രസ്താവിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല. കാരണം നല്ലൊരു ബേസ് ഉണ്ടെങ്കിലാണ് ആ വിഷയത്തിലേക്ക് അവർക്ക് കടന്നു വരാനായിട്ട് കഴിയൂ. പെട്ടെന്ന് കേൾക്കുന്നവർക്ക് അതൊരു ആശ്ചര്യമായി തോന്നാം, അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ആകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. നിങ്ങൾ പിന്നെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ട് പോകുന്നത് കൊണ്ട് ഒരു വാക്കോ 2 വാക്കോ പറഞ്ഞാൽ അടുത്ത 2 വാക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അല്ലാത്തവരെ സംബന്ധിച്ച് വലിയ പാടാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ സമയത്ത് തന്നെ സങ്കടപൂർവ്വം പറയട്ടെ, നമ്മൾ ഇന്ന് ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തിലെ വലിയ പങ്ക് എല്ലാവരുടെയും കാര്യമല്ല. ഇങ്ങനെ വലിയ പങ്കെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു ന്യൂനപക്ഷം ദൈവത്തെ ഭയപ്പെട്ട് വചനത്തിൽ രസിച്ച് ആ വചനത്തിൻ്റെ പ്രകാശനത്തിൽ തന്നെ നടക്കുന്നവരുണ്ട്. എന്നാൽ വലിയ പങ്കും ഈ ട്രാക്കിൽ നിന്ന് മാറി പോകുന്ന കാഴ്ചയാണ്. എല്ലാമായിട്ട് കൂടിച്ചേർന്ന് അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ്ത് സമൂഹത്തിലെ ഒരു പ്രമുഖനായ ഒരാൾ, ഞാൻ ഈ പറയപ്പെട്ട ആ ഗ്രൂപ്പിലൊക്കെ പെട്ട ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ വെളുപ്പിക്കുക എന്നൊരു പ്രയോഗം ഇപ്പോൾ ആളുകളുടെ ഇടയിലുണ്ട്. അതായത് തെറ്റായ ഒരു കാര്യത്തെ പറഞ്ഞ് വെളുപ്പിച്ചെടുക്കുക എന്നാണ് ഇപ്പോൾ അങ്ങനെ പറയുന്ന ഒരു രീതി. അതുപോലെ അത്തരക്കാരെ ഇവർ വെളുപ്പിച്ച് എല്ലാവരുടെ ഇടയിലേക്ക് അവർക്ക് ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെന്തിക്കോസ്തിലെ പാസ്റ്റേഴ്സ് തന്നെയാണ് ഉത്സാഹിക്കുന്നത്. പെന്തിക്കോസ്തിലെ പാസ്റ്റേഴ്സ് സങ്കടകരമെന്നല്ലാതെ എന്ത് പറയാനും. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞ ആളുകൾ പറയും അവർ കുറ്റം പറയാമെന്ന് പറയും. അതൊക്കെ അരുതായികളാണ്, ജനത്തിൻ്റെ വിരുദ് തെറ്റിപ്പോകും എന്നുള്ളതൊന്നും ചിന്തിക്കാതെയാണ് അത്തരക്കാരൊക്കെ ആ നിലയിൽ പെരുമാറുന്നത്.
അപ്പം ഞാൻ ഇന്ന് തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പലയിടത്തുനിന്നും അവിടെ നിന്ന് ഇവിടെ നോക്കിയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വന്നൊരു കാര്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് എത്തുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ അത് സാറ്റർഡേ ആണോ സൺഡേ ആണോ എവിടെ പറഞ്ഞാണെന്ന് എനിക്ക് ഒരു ഓർമ്മ വരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് കർമ്മേലിൽ ഇറങ്ങിയ തീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് അവിടെ വെളിപ്പെട്ടത്, യാഗപീഠത്തിൽ വന്ന് വീണത് എന്ന ധ്വനി പെരുമാറ് ഒരു ഷോർട്ട് മെസ്സേജ് പോലെ നമ്മൾ ഈ പറഞ്ഞ സംവിധാനത്തിനകത്ത് അപ്ലോഡ് ചെയ്തു. അത് ഒത്തിരി പേര് കേട്ടിട്ട് ധാരാളം കമൻസ് അവിടെ വന്നു, ധാരാളം കമൻസ്. അപ്പോൾ അതിനൊരു മറുപടി എന്നോണം ആ സബ്ജക്റ്റിൻ്റെ വിശദമായ ഒരു ധ്യാനമാണ് ഇന്ന് ഞാൻ തുടക്കത്തിൽ ചിന്തിച്ചത്. പിന്നീട് ഞാൻ ആലോചിച്ചു, പെട്ടെന്ന് ചാടിക്കയറി അതങ്ങനെ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. അതായത് അവിടെ വന്ന കമൻസിൽ വിശ്വാസികളായ ആളുകളെല്ലാം ആ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനോട് യോജിച്ചുകൊണ്ടാണ് ഏറി പങ്ക് ആളുകളും പ്രതികരിച്ചത്. എന്നാൽ ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് പെന്തക്കോസിലെ പാസ്റ്റേഴ്സ് തന്നെ, വലിയ പങ്ക് പാസ്റ്റേഴ്സും അവിടെ വിയോജിപ്പ് രേഖപ്പെടുത്തി. അവരവരുടെ നിലയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞു. അതിലെന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. ഞാൻ അല്പം മുമ്പ് ഒരു സഹോദരനുമായിട്ട് അത് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തു. അതായത് അവരൊക്കെ വന്ന് അവിടെ ഈ കമൻ്റ് എഴുതുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടം എന്താണെന്നറിയാവോ? ഇവരൊക്കെ തന്നെയല്ലേ ഈ ജനത്തെ നയിക്കുന്നതെന്ന്. ഒരു പൊതുനിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് എന്തുമാത്രം ദീർഘവീക്ഷണവും കാര്യങ്ങളെ ആഴത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതായത് ആ ശുശ്രൂഷകന്മാരുടെയൊക്കെ കമൻസ് കണ്ടപ്പോൾ ഉണ്ടായ സങ്കടം എന്തെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ തന്നെയാണല്ലോ ഈ ജനത്തെ നയിക്കേണ്ടവർ, നയിച്ചുകൊണ്ടിരിക്കുന്നവരെന്നാണ് ഓർത്തത്. ഒരു പൊതുനിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് എന്തുമാത്രം ദീർഘവീക്ഷണവും കാര്യങ്ങളെ നല്ല രീതിയിൽ അപഗ്രഥിക്കുന്നവരും നല്ല രീതിയിൽ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നവരും ആയിരിക്കണം പൊതുനിയമ ശുശ്രൂഷകരെന്ന് പറയുന്നവർ. അതായത് 1-2 മിനിറ്റ് മാത്രമുള്ള ആ ഷോർട്ട് വീഡിയോ, അത് കേൾക്കുന്ന ആർക്കും അറിയാം എവിടെയോ പ്രസംഗിച്ച ഏതോ പ്രസംഗത്തിൻ്റെ ഒരു കട്ടിങ്ങാണ്, ഒരു അല്പഭാഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിലരൊക്കെ അത് കേട്ട് കാണും. അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 1 മിനിറ്റ് തികച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ചുരുങ്ങിയ വീഡിയോയിൽ പറയുന്ന ആ കാര്യം വെച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കുമല്ലോ ആ പ്രസംഗകൻ അങ്ങനെ പറയുന്നത്. അതിൻ്റെ വിശദീകരണം അതിൻ്റെ ഫുൾ വീഡിയോയിൽ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം കൊടുക്കാൻ അവർക്ക് പ്രാപ്തി കാണുമെന്നെങ്കിലും ചിന്തിക്കണ്ടേ? അപ്പോൾ ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? അപ്പോൾ അവർക്കൊക്കെ അവിടെ ചോദിക്കാം, ഈ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്തുദ്ദേശത്തിലാണ് ഈ പറഞ്ഞത്, അതിനൊരു വിശദീകരണം തന്നാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അത് കേട്ടിട്ട് തൃപ്തിയായില്ലെങ്കിൽ അവർക്ക് അടുത്ത കാര്യം പറയാം. അല്ലാതെ ചാടിക്കയറി വന്നിട്ട് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കുവോ? നമ്മൾ ഏത് കോൺടെസ്റ്റിലാണ് അത് പറയാനായിട്ടിടയായത്? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ, അതായത് ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്നൊരു പാട്ടാണ് പെന്തക്കോസ്ത് ലോകത്ത്, അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലെന്നുള്ളൊരു പാട്ടുണ്ട്. അത് ശരിക്കും ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്തുകാരൻ എഴുതിയതാണ്. ഉപദേശത്തിനോ വചനത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കാത്ത, ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ എഴുതിയതാണ്. പക്ഷെ അത് പാടി ഫലിപ്പിച്ചത് പെന്തക്കോസ്തുകാരാണ്. കാരണം അതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വചനത്തിലുള്ള കാര്യങ്ങളല്ലേ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ അഭിഷേകം പകരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ന്യൂജൻ ഗ്രൂപ്പുകളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നൊരു വിഷയമാണ് അഭിഷേകം എന്നുള്ളത്. അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള വാക്കെന്ന് പറയുന്ന അഭിഷേകത്തിനാണ്. നമ്മളെയൊക്കെ അവർ പരിഗണിക്കുന്നത് അഭിഷേകവും ഇല്ലാത്തവരായിട്ടും ആത്മാവില്ലാത്തവരുമായിട്ടുമാണ്. ഒരാളൊരിക്കൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവേ ഇല്ലെന്നാണ് പറയുന്നത്. ആത്മാവും ഇല്ല, അഭിഷേകവും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ആത്മാവും അഭിഷേകവും ഒക്കെ ഉണ്ട്, അവർ കണ്ടമാനം അന്വേഷിയൊക്കെ പറയും. പക്ഷെ ഒന്നും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കുമില്ല പൂക്കുമില്ല, ഒരു മറുപടി ഉണ്ടാവില്ല. ദൈവവചനത്തിൽ നിന്ന് 2 അക്ഷരം പറയാനായിട്ട് അറിയാവോ? ഒന്നും അറിയില്ല. അവരുടെ അച്ചായന്മാരെല്ലാം പറയുന്നത് എന്താ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായത് നമ്മെ കോടീശ്വരന്മാരാക്കാനാണ്. അതാണ് അവരുടെ വചന നിശ്ചയവും വ്യാഖ്യാനവും ഒക്കെ. അങ്ങനെ ഓരോന്നെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ അഭിഷേകത്തെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നവരാണെന്നേ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പെന്തക്കോസ്തും അങ്ങനെ ചെയ്യില്ല കേട്ടോ. എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു അഭിഷേകത്തെ അംഗീകരിക്കുന്ന ആളല്ല.
ഇതൊന്നും അഭിഷേകമല്ല. യെസ്, ഇത് അഭിഷേകമാണ്. സോഴ്സ് ഏതാണെന്നുള്ളതാണ് വിഷയം. ഈ അഭിഷേകത്തിൻ്റെ സോഴ്സ് ഏതാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിലാണെങ്കിൽ നിശ്ചയമായും സത്യവചനം വെളിപ്പെടും. ദൈവഭയം ഉണ്ടാകും. ദൈവഭയമില്ല, ദൈവവചനവും വെളിപ്പെടുന്നില്ലെങ്കിൽ ഓർത്തോ, അതൊന്നും പരിശുദ്ധാത്മാവിലല്ല. അതെല്ലാം വേറെ ആത്മാവിൻ്റെ വ്യാപാരങ്ങളാണ്. തെസ്സലോനിക്കരോട് പൗലോസ് കൃത്യമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് പൗലോസ് അവരെ ധരിപ്പിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും അവൻ്റെ വ്യാപാരം വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം 2 തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്. ആ വചനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുമല്ലോ. നിശ്ചയമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ പറഞ്ഞ ആ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ആ വാത്സല്യ സഹോദരങ്ങളൊക്കെ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഞാൻ പരസ്യമായി നിങ്ങളോടിപ്പോൾ പറയുന്നത് എന്തിനാണെന്നറിയാവോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെ വീക്ഷിക്കുന്നതെന്നുള്ളത് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇതുപോലെ പലരുടെയും വീഡിയോയും പല കാര്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നമ്മളതിൻ്റെ മുന്നും പിന്നും നോക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും. ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ ഒരു പൂർണ്ണരൂപം കിട്ടാതെ അതിൻ്റെ ശരിയായ ഒരു ഉത്തരത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അത് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ കാണുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എറണാകുളംകാരനൊരു പ്രസിദ്ധനായ ഒരു പ്രഭാഷകൻ തൻ്റെ ഭാര്യയും കൂടെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാൾ, അങ്ങേരുടെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നൊരു വീഡിയോ പ്രചാരത്തിൽ വന്നു. അതായത് താങ്കൾക്ക് അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്നൊരു ഡിന്നർ കഴിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ കൂടെ ഇരുന്ന് കഴിക്കാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പൗലോസിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആഗ്രഹമെന്ന്. കൊള്ളാം, തിരക്കേടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കണ്ടായിരുന്നേ പുള്ളിയോട് ചോദിക്കാമായിരുന്നു, ഈ ലേഖനങ്ങളൊക്കെ എഴുതി മനുഷ്യനെ കുഴപ്പിച്ചല്ലോ, അനേക ദൈവദാസന്മാരൊക്കെ വഴിതെറ്റിപ്പോകാനും അവർ തകർന്നു പോകാനും ഒക്കെയുള്ള കാരണം ഇങ്ങേരുടെ ലേഖനങ്ങളാണ്. പത്രോസ് പോലും അതിനെക്കുറിച്ച് പറയുന്നത് ഒന്നും ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ലേഖനങ്ങളാണെന്നൊക്കെയാണെന്ന് പുള്ളി പറഞ്ഞത്. ആ ഇൻ്റർവ്യൂ ഒരു പക്ഷേ 1 1.5 എത്രയോ മണിക്കൂറുകളുടെ ആയിരിക്കാം. നമ്മുടെ കൈ കിട്ടിയത് 5 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോയാണ്. അത് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വളരെ പ്രചാരത്തിലെത്തിയൊരു വീഡിയോയായിരുന്നു. അത്രയും ഭാഗം വെച്ച ഒരാളെക്കുറിച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിശ്ചയമായും പറ്റും. അതിന് 1.5 മണിക്കൂർ വീഡിയോ ഒന്നും കാണണ്ട. ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താം. പൗലോസിൻ്റെ ലേഖനങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതാണെന്നൊന്നും പത്രോസ് എങ്ങും പറഞ്ഞിട്ടില്ല. പത്രോസ് പറഞ്ഞ അതെല്ലാം ഊറ്റമുള്ളതാണെന്ന് തന്നെയാണ്. അതായത് ശേഷം തിരുവെഴുത്തുകളെ പോലെ നിങ്ങൾ ഇതും കൂട്ടിക്കളയരുതെന്നാണ് പറഞ്ഞത്. ഗഹനമായ കാര്യങ്ങളാണ്. അതായത് ശേഷം തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ, പഴയ നിയമ ഭാഗങ്ങളൊന്നും ഒരു കാലത്ത് വേണ്ട രീതിയിൽ ഗവനിച്ചില്ലല്ലോ, ഗൗരവം എടുത്തില്ലല്ലോ. അതുപോലെ ഇതും കളയരുതെന്നാണ് പറഞ്ഞത്. ശേഷം തിരുവെഴുത്തുകളെ പോലെ ഇതും കളയരുതെന്ന്. അല്ലാതെ ഇത് ഗ്രഹിക്കാൻ പറ്റാത്തതെന്നോ ഗുണമില്ലെന്നോ ഒന്നും പത്രോസ് പറഞ്ഞില്ല. പത്രോസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. അപ്പോൾ അത് വ്യാജമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കും, ന്യായമായിട്ടും പ്രതികരിക്കാം. അതേസമയം കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ടല്ലോ, 1 മണിക്കൂർ, അരമണിക്കൂർ, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രസംഗങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മൾ പുറത്തെടുത്തിട്ട് അതിന് വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മുഴുവൻ കേൾക്കണം. നമ്മളിവിടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ഷോർട്ട് വീഡിയോകളൊക്കെ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഷോർട്ട് വീഡിയോകൾ അവർ തന്നെ പ്രചരിപ്പിച്ചാണ്. അവരുടെ വലിയ പ്രസംഗങ്ങളായിരിക്കാം, പബ്ലിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പ്രചരിപ്പിച്ചാണത്. അവർ പ്രചരിപ്പിച്ച ആ വീഡിയോയുടെ തുടർച്ചയെന്നോണം അതിൻ്റെ ഫുൾ വീഡിയോയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു വരുന്നത് എന്ത് കോണ്ടസ്റ്റിലാണ്, എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചിലതിനൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറയുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ അതങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാൻ പോയാൽ അത് മര്യാദയല്ല, അത് ശരിയായ രീതിയല്ല. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ട് നമുക്ക് മറുപടി പറയാം. പിന്നെ അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ചിട്ടുള്ളതും അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതൊക്കെ നന്നായി അനലൈസ് ചെയ്യണം. കഴിഞ്ഞ നാളുകളിൽ അവർ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രസംഗങ്ങൾ ഏത് മെത്തേഡിലുള്ളതാണ്? അവർ ഉയരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നവരാണോ? ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയുന്നവരാണോ? ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ ഉത്സാഹിക്കുന്നവരാണോ? മണവാട്ടിയുടെ ഒരുക്കം പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അത്യധ്വാനം ചെയ്യുന്നവരാണോ? ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്.
ഇതെല്ലാം വെച്ചിട്ടാണ് ചില മറുപടികൾ പറയുന്നത്. ചുമ്മാ ചാടിക്കേറി എന്തെങ്കിലും കണ്ട് പറയുകയല്ലോ. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനത്തെ കമൻസൊക്കെ വന്നപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. അത് നമ്മുടെ അടുത്ത കൂടിവരവിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ മീറ്റിങ്ങോ വെച്ചിട്ടാണെങ്കിലും അതിന് നമ്മളൊരു മറുപടി പറയും. അതായത് കർമ്മേലിലെ തീ എന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17ഉം 18ഉം ആ 2 അധ്യായങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. ആ ചരിത്രം പറഞ്ഞു തുടങ്ങി അതതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഈ പറയുന്ന 18ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർമ്മേലിൽ ഏലിയാവ് യാഗപീഠം സജ്ജമാക്കുന്നുണ്ടല്ലോ. ആ യാഗപീഠം സജ്ജമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ബാലിൻ്റെ പ്രവാചകന്മാരോടും പറയുന്നുണ്ടല്ലോ തീ ഇറക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ചില കീ പോയിൻറ്റ്സ് ഉണ്ട്, ചില വാക്യങ്ങൾ. ആ വാക്യങ്ങളുടെ ആഴം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ അടുത്ത ദിവസം ആ ഒരു വിഷയത്തിൻ്റെ ശരിയായൊരു വിശദീകരണത്തിലേക്ക് നമ്മൾ പോകും. അതായത് അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിലാണോ ഇടയിലാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം 4 സൈഡിൽ നിന്നും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ, അതായത് വളരെ സീനിയറായിട്ടുള്ളൊരു ശുശ്രൂഷകൻ അവിടെ വന്ന് അല്പം ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയെന്ന ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. അതായത് അവിടെ ഇറങ്ങിയത് ന്യായവിധിയുടെ തീയാണെങ്കിൽ ഹോരേബിൽ മോശ കണ്ട തീ എന്തിൻ്റെ തീയാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിനൊക്കെ ഉത്തരവുണ്ട്, സങ്കടപ്പെടേണ്ട, കൃത്യമായ ഉത്തരം പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞേ അതിന് നമുക്ക് വിശദമായ മറുപടി കൊടുക്കാം, അടുത്ത ദിവസങ്ങൾ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറയാം വിശദമായ മറുപടി വേണ്ട, 5 മിനിറ്റിനുള്ള മറുപടി വേണമെന്ന്. വേറെ പണി നോക്കാൻ പറഞ്ഞു ഞാൻ. 5 മിനിറ്റ് കൊണ്ട് എന്ത് മറുപടി? ഇത് ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് എന്ന് പറയണമെങ്കിൽ അത് ചില ചുരുളുകൾ നിവർത്തിക്കൊണ്ട് വരണമെന്നേ. ആ ചുരുളുകൾ നിവർത്തി വരുമ്പോഴാണ് ഉത്തരത്തിലെത്താൻ കഴിയുന്നത്. അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് 2 മിനിറ്റ് കൊണ്ടൊരു മറുപടി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മറുപടി തരാനാ? ഇപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോ ആണല്ലോ അത്. വീഡിയോയിൽ അത്രയും പറഞ്ഞു. ഏലിയാവ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ യാഗപീഠം ഒരുക്കി. ആ യാഗപീഠത്തിലേക്ക് ഉയരത്തിലെ തീ വന്ന് വീണു. യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. അവിടെയുള്ള കല്ലും കൂടെ ദഹിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. കല്ലും കൂടെ ദഹിച്ചു. ആ രീതിയിലുള്ള തീയാണ് വന്ന് വീണത്. അങ്ങനത്തെ തീ നമ്മുടെ മേൽ വന്ന് വീട് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്ന്. കർമ്മേലിൽ അങ്ങനെ ഒരു തീ ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താ? ഏലിയാവ് അങ്ങനെ യാഗപീഠം സജ്ജമാക്കാനുണ്ടായ സാഹചര്യം എന്താ? അത് അവിടെ കൊണ്ട് പറഞ്ഞാൽ തീരുവോ? അതങ്ങ് പുറകോട്ട് പോകേണ്ടി വരില്ലേ? കുറച്ചും കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടം വരെ പോവും? അതായത് സരഫാത്തിലെ വിധവയുടെ വീട് വരെ പോവും. കുറച്ചും കൂടെ പോയാലോ കെരീത്ത് വരെ പോകേണ്ടി വരും. കെരീത്തിൽ നിന്ന് കുറച്ചും കൂടെ പുറകോട്ട് പോയാലോ അങ്ങ് ജസ്രീലിൽ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വരെ പോകേണ്ടി വരും. അവിടെ കൊണ്ട് തീരുവോ? അവിടെ കൊണ്ട് എങ്ങനെ തീരും? പിന്നെയും പുറകോട്ട് പോകേണ്ടി വരും. ഗിലയാദിലെ തിഷ്ബിയിലേക്ക് പോകേണ്ടി വരും. അതായത് ചില ചോദ്യങ്ങൾക്കൊക്കെ ഒരു വാക്കിലും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല, വിശദീകരിക്കേണ്ടി വരും. വിശദീകരിച്ചാലേ മനുഷ്യർക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസം വിശദീകരിക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവരവിടെ കേൾക്കട്ടെ. 1 മണിക്കൂറോ 1.25 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ നല്ല മനസ്സോടുകൂടി കേട്ട് അതിൻ്റെ ശരിയായൊരു ഉത്തരത്തിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹമുള്ളവർ കേൾക്കട്ടെ. ചില ദൈവദാസന്മാരൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ നമ്മൾ യോജിക്കുന്നു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തീയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 2 അടിയും കൂടെ അങ്ങ് നീങ്ങി നിന്നിട്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ കാര്യത്തിൻ്റെ ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങൾക്കും എത്താം. ഒരു 2 അടിയും കൂടി അങ്ങ് നീങ്ങി നിന്നാൽ മതി. ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ഒക്കുവോ? അപ്പം പശ്ചാത്തലം ഗൗരവമാണ്. പശ്ചാത്തലം വിവരിക്കണം. അത് വിവരിച്ച് കഴിയുമ്പോൾ കൃത്യമായ ആൻസർ വരും, എന്ത് അഗ്നിയാണ് അവിടെ വന്ന് വീണേന്ന്. അല്ലാതെ നമ്മൾ പരമ്പരാഗതമായി കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കേട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഒക്കത്തില്ല. മാറി ചിന്തിക്കേണ്ടി വരുമെന്നേ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും മാറി ചിന്തിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ പല പ്രിയപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അതായത് കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിലെ ഒരു വരിയാണ്, അതായത് മത്തായി 6:11 അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആ ഒരു ലൈൻ. പ്രസിദ്ധരായ ശുശ്രൂഷകരെല്ലാം ആ ഒരു സെൻറ്റൻസിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം അവർ കൊടുത്തിരിക്കുന്നത് ധാരാളം മെസ്സേജുകൾ ഈ യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ട്.
ധാരാളം മെസ്സേജുകളുണ്ട് പ്രസിദ്ധരായ ആളുകളുടെ. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതാത് ദിവസം ഭക്ഷിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ്. അതായത് ശരീരത്തിൻ്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിലെ ഭക്ഷണം. നോക്കണം, ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമെന്ന് അടുത്ത ലൈൻ, നിൻ്റെ രാജ്യം വരണമെന്ന്. അപ്പോൾ ആ രാജ്യം വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം താഴേക്ക് പറഞ്ഞു വരുന്നത്, ആ രാജ്യത്തിൽ ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം തരണമെന്ന് പറയുമ്പോൾ അവിടെ കൗണ്ടറായിട്ട് വേറൊരു വാക്യം വന്ന് നിൽക്കുക, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ലെന്ന്. പിന്നെ അന്നന്നത്തേക്കുള്ള ആഹാരം തരണമെന്ന് പറയുമ്പോൾ അത് 2 കിലോ അരിയും 1 കിലോ പോത്തിറച്ചിയും പിന്നെ 100 പച്ചമുളകും ഒക്കെയാണെന്ന് അതെങ്ങനെ വ്യാഖ്യാനിക്കും? അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അപ്പോൾ പരമ്പരാഗതമായ ആളുകൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അതിൻ്റെ തിരുത്തലാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കൊടുത്തത്. അതങ്ങനെയല്ല. അതിൻ്റെ ശരിയായൊരു വ്യാഖ്യാനം, അതിൻ്റെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. അന്നന്നത്തേക്കുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും മുളകും അങ്ങനെയുള്ള സാധനങ്ങളല്ല. അത് ആത്മീയമായി ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത് ഓർത്തഡോക്സിലെ അച്ഛനാണ് നമ്മോട് ചോദിച്ചത്, നിങ്ങളെന്നെ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലാത്തതെന്ന്. അതിന് അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. കേൾക്കാനും പഠിക്കാനും ആഗ്രഹമുള്ള ആർക്കും ആ മെസ്സേജുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സെയിം കർമ്മേലിൽ ഇറങ്ങിയത് എന്താണെന്നുള്ളത് ഇങ്ങനെ കാര്യങ്ങളെ അപഗ്രഥിച്ച് കൊണ്ടുവന്നാണ് അത് ശരിക്കും ഒരു ബാലശിക്ഷയാണ് അവിടെ നടക്കുന്നത്, അല്ലേ? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒരു ബാലശിക്ഷ കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിൻ്റെ മേലുണ്ട്. അതിൻ്റെ വിശദീകരണം പറയുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഒരു മനുഷ്യൻ ഇടിവിൽ നിൽക്കുന്നത്, ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇടിവിൽ നിൽക്കുന്നത്. നോക്കണം, മുൻകാലത്ത് ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച ഒരു നിമിഷം മോശ പെട്ടെന്ന് ഇടയിൽ കയറി മോശ മധ്യസ്ഥ അടച്ചു. ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപമല്ലേ വരുന്നത്? അതേ വേറെ എന്തെങ്കിലും ആണോ വരുന്നത്? ചിന്തിച്ചു നോക്കിയേ. മോശ അവിടെ മധ്യസ്ഥ അടച്ചുകൊണ്ടല്ലേ ആ ജനത്തിന് മേലുള്ള ദൈവത്തിൻ്റെ കോപം നീങ്ങിയത്? അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു നിന്ന നിമിഷം സംഹാരം നടക്കുകയാണ് അവിടെ. പീനഹാസ് എന്ന് പറയുന്ന അഹരോൻ്റെ കൊച്ചുമോൻ ഇടിവിൽ നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പീനഹാസ് ഒരു ആക്ഷനിലേക്ക് കിടക്കുകയാണ്. ആ ആക്ഷൻ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. എന്നുവെച്ചാൽ പീനഹാസ് അവിടെ ഒരു മധ്യസ്ഥതയാണ് അടച്ചത്. ശരിക്കും മുഴുവൻ ഇസ്രായേലിൻ്റെ മേൽ വരേണ്ട ബാധ അങ്ങനെ ഒഴിഞ്ഞു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ സാഹചര്യം മനസ്സിലായില്ലേ? സെയിം പോലെ തന്നെ ചിന്തിച്ചു കൊള്ളുക. കർമ്മേലിൽ എന്താ സംഭവിച്ചത്? സെയിം പോലെ തന്നെ ചിന്തിച്ചു കൊള്ളുക. കർമ്മേലിൽ സംഭവിച്ചു അത് തന്നെയാണ്. വിശദമാക്കാം, ദൈവം അനുവദിച്ച് അടുത്ത ദിവസം ആകട്ടെ. അപ്പോൾ കുറേ പ്രിയപ്പെട്ടവർ ആ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന കമൻസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നേരിട്ട് കേൾക്കുന്ന നിങ്ങളും പിന്നെ കേൾക്കാനുള്ളവരും ഒക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലവിധമായ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ വരുമ്പോൾ പലരും ചിന്തിക്കൂല്ലോ എന്താ അങ്ങനെയെന്നൊക്കെ. അതിനൊക്കെയുള്ള ആൻസറാണ് ഞാൻ ഈ പറഞ്ഞത്. വിശദമാക്കേണ്ടതുണ്ട്, നമ്മൾ അടുത്ത ദിവസം വിശദമാക്കും. അതൊക്കെ പഠനങ്ങളാണ്, ധ്യാനങ്ങളാണ്. ഇൻസ്റ്റൻ്റായിട്ടൊരു കാര്യവും നടക്കില്ല. 2 മിനിറ്റ് കൊണ്ട് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ അങ്ങനെ പറയാവുന്ന കാര്യങ്ങളല്ല, ഇത് വിശദമാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കടന്നു വന്ന സമയം മുതൽ തുടക്കത്തിൽ നമ്മൾ പറയുമായിരുന്നു, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്വരം എന്നുള്ള നിലയിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണമെന്നുള്ളൊരു ബോധ്യം, അതുപോലെ നമ്മെക്കുറിച്ച് കരുതുന്നൊരു കർത്താവിനെ കേട്ടുകൊണ്ടാണ് നമ്മളിന്ന് തുടങ്ങിയത്. ഈ പുതിയ വർഷത്തിലെ നമ്മുടെ ആദ്യത്തെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ അങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് വന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആടുന്ന രീതിയിലേക്കൊന്നും പോകാൻ പാടില്ല. എന്ത് കേട്ടാലും അതിനെ വിശകലനം ചെയ്ത് അത് ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കി ആ കാര്യങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ പുതിയ വർഷം നമുക്ക് കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞു പോയ ആഴ്ചകൾ, മാസങ്ങൾ നമ്മൾ പറഞ്ഞ അനേക കാര്യങ്ങൾ, ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ ഇടയ്ക്ക് നിങ്ങളുടെ കുറിപ്പുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി അതൊക്കെ വീണ്ടും ശ്രദ്ധിച്ച് വീണ്ടും ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ധ്യാനിച്ച്, അല്ലെങ്കിൽ മറന്നുപോകും, അതിൻ്റെ ഗൗരവം വിട്ടുപോകും.
ചോർന്നു പോകാൻ ഇടവരാതെ വണ്ണം ഓരോരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരുമായി അങ്ങനെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒടുക്കം എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.